ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. എന്താണ് വിശേഷമൊക്കെ? അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ചിക്കൻ ബ്രെഡ് പോക്കറ്റാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടത് നോക്കാമല്ലേ. അപ്പോൾ അതിനായിട്ട് ഇതാ ചിക്കൻ വേണം. ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ട് വേവിച്ചെടുത്ത ചിക്കനാണ് കേട്ടോ. അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിലുള്ള പച്ചമുളക് ഞാൻ 4 എടുത്തേക്കുന്നത്. കുറച്ച് എരിവ് കൂടുതൽ വേണം, അത് കാരണം 4 എടുത്തിട്ടുണ്ട്. വലിയ മുളകാണ് കേട്ടോ. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില, കറിവേപ്പിൻ്റെ ഇല. അപ്പോൾ ഇനി ഇതൊക്കെ നമുക്കൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ഒന്നും അളവ് ഞാൻ പറയണില്ല കേട്ടോ. കൂടുതലായി പോവരുത്. കൂടുതലായി പോയാൽ എന്തായാലും നമുക്കൊരു കുത്തണ ഒരു ടേസ്റ്റ് വരും. അപ്പോൾ നല്ല വ്യത്യാസം വരും. അപ്പോൾ അത് കാരണം അതൊക്കെ എടുക്കുമ്പോൾ കുറച്ച് എടുത്താൽ മതി. അപ്പോൾ അതെല്ലാം ചതച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ചിക്കൻ ഉണ്ട്. ചിക്കൻ നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ഇങ്ങനെ പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ മിക്സഡ് ജാറിലിട്ടിട്ട് അല്ലെങ്കിൽ ചോപ്പറിലിട്ടിട്ടൊന്നും എടുക്കരുത്. കൈ വെച്ചിട്ട് തന്നെ ഇങ്ങനെ എടുക്കണം. എന്നാലാണ് ആ മസാലയിൽ ഇത് കഴിക്കാൻ വേണ്ടി പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക. അത് ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം കേട്ടോ. ഇതിങ്ങനെ പറയണത് നമ്മൾ ഈ ബ്രെഡ് പോക്കറ്റൊക്കെ ഉണ്ടാക്കിയെടുക്കില്ല. അപ്പോൾ ഒരു സമയത്ത് ഇത് ബ്രെഡും പിന്നെ ഈ ഒരു മസാലയും ഈ ഒരു ചിക്കനും കൂടി കഴിക്കാൻ ഇങ്ങനെയാണ് കേട്ടോ ടേസ്റ്റ് കൂടുക. ക്രഷ് ചെയ്തെടുത്താൽ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളിതൊന്ന് ശ്രദ്ധിച്ച് ഇതിനെ ചെയ്യണം കേട്ടോ. എളുപ്പപ്പണി നോക്കണ്ട, ബാക്കിയൊക്കെ നമുക്ക് എളുപ്പപ്പണി നോക്കാം. ഇതിലേക്ക് ഞാൻ 2 സബോളാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് മുറിച്ച് കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി അത് മാറ്റി വെക്കാം. അപ്പോൾ ഇത്രയൊക്കെ മതി. ഇത് നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇതാ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സബോള ഇട്ട് കൊടുക്കുക. ഇനി സബോള ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നോട്ടെ. അപ്പോൾ പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്നും ചെയ്യണ പോലെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ അത് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. ഈ ഒരു കാര്യത്തിലാണ് കേട്ടോ എനിക്ക് വീട് മാറിയില്ല ഏറ്റവും കൂടുതലുള്ള സങ്കടം. നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ കറിവേപ്പാണ്. അപ്പോൾ ആവശ്യത്തിനനുസരിച്ചിട്ട് പോയി പുറത്ത് പോവുക, പൊട്ടിച്ച് കൊണ്ടുവരിക, കറിയിലിടുക. അങ്ങനെയാണ്. ഇവിടെ അവിടുന്ന് പൊട്ടിച്ച് കൊടുത്തിട്ട് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് എടുക്കുമ്പോൾ ചെറിയൊരു വാടൽ പോലെ. അതാണ് കേട്ടോ ചെറിയ സങ്കടം ഉള്ളത്. പിന്നെ ഇതാ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതും കൂടി ഇട്ട് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഗരം മസാല പൊടിയായിട്ടാണ് കേട്ടോ നമ്മൾ ഇടുന്നത്. ഇതിൽ കൂടെ ചതച്ചെടുത്തിട്ടില്ല. അപ്പോൾ ഇനി ആവശ്യത്തിലുള്ള ഗരം മസാല ഇട്ട് കൊടുക്കുക. ഇനി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗരം മസാല ഒക്കെ നമ്മുടെ വീട്ടിൽ പൊടിച്ചെടുക്കുന്നതാണ് കേട്ടോ. പുറത്തുനിന്ന് മേടിക്കുന്നത് ഇവിടെ ഉമ്മാക്ക് ഇഷ്ടമല്ല. അങ്ങനെ ഞങ്ങൾക്കും അത് ശീലമായി. ഇനിയിപ്പോൾ ഇതാ കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്കൊരു കളറിന് വേണ്ടിയിട്ടാണ്. നമ്മൾ മുളക് പൊടി ഇതിലേക്ക് ഇടേണ്ട ആവശ്യമില്ല. നമ്മൾ പച്ചമുളക് അത്യാവശ്യത്തിന് എരിവായിട്ടാണ് ഇട്ടേക്കുന്നത്. പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ടാണ് ഞാൻ കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കുക. ഈ ഒരു സമയത്ത് സ്റ്റൗ ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ. ഇനി ഇതാ കുറച്ച് സോസും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. ആ ഒരു ചിക്കനിൽ ചെറിയൊരു മധുരം വരാൻ വേണ്ടിയിട്ടാണ്. ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇവിടെ ആ ചിക്കനും പിന്നെ ഇതൊക്കെ കൂടി മസാല ഉണ്ടാക്കുമ്പോൾ ചെറിയൊരു മധുരം ഇഷ്ടമാണ്. അപ്പോൾ അത് കാരണം ഞാൻ കുറച്ച് സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ മല്ലിയിൽ നമ്മുടെ ചിക്കനും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി നന്നായി യോജിപ്പിച്ച് അതിൽ ആ മസാല ഒക്കെ പിടിക്കണ വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ ഒരു മസാല വെച്ചിട്ട് നമുക്ക് പല സാധനങ്ങളായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. സമൂസയിലേക്ക് ചെയ്യുക, അങ്ങനെ പലതാക്കിയിട്ട് എടുക്കുക. പക്ഷെ ബ്രെഡ് വെച്ചിട്ട് ഉണ്ടാക്കി ഓരോ സ്നാക്സ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ വലിയ ഇഷ്ടമില്ലാത്ത ആളാണ്. പക്ഷേ ഈ ഒരു മസാല വെച്ചിട്ട് ബ്രെഡിൽ ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ബ്രെഡിന് എന്തായാലും മധുരം ഉള്ളതാണ്. അപ്പോൾ ഇതിൽ കുറച്ച് എരിവും കൂടിയും കൂട്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ബ്രെഡ് കഴിക്കുമ്പോൾ അത് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് കാരണമാണ് കുറച്ച് എരിവ് കൂട്ടിയിടണം എന്ന് പറയുന്നത്. അപ്പോൾ അതാ നമ്മുടെ മസാല ഒക്കെ നന്നായി ആയി വന്നിട്ടുണ്ട്. ഇതിങ്ങനെ വെറുതെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇത് സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഈ ബ്രെഡിൽ ഇങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. വേറൊരു ഷേപ്പാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിറ്റേ ദിവസമാണ് ഞാൻ ബ്രെഡ് എടുത്തത്. അപ്പോൾ ഞാൻ വിചാരിച്ച ആ ഷേപ്പിലേക്ക് ബ്രെഡ് ഇങ്ങനെ മടങ്ങി വരുന്നില്ല. അപ്പോൾ പിന്നെ എന്തായാലും ബ്രെഡ് പോക്കറ്റാക്കി മസാലയൊക്കെ ഇത് വെച്ചിട്ട് നമ്മുടെ പപ്സിൻ്റെ ഒക്കെ ഒരു മോഡലാക്കി എടുക്കാമെന്നൊക്കെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ബ്രെഡ് ചതിച്ചു. അപ്പോൾ അത് കാരണം നമുക്ക് ബ്രെഡ് പോക്കറ്റ് തന്നെ ഉണ്ടാക്കാം. അപ്പോൾ അത് ബ്രെഡിൻ്റെ 4 ഭാഗം ഇതുപോലെ മുറിച്ചെടുക്കുക. ഇനി ഒന്ന് ആവി കയറ്റിയിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ അത് ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ട് ഇത് ആവി കയറ്റാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്കത് ഞാൻ പറഞ്ഞല്ലോ ഇന്നലത്തെ ബ്രെഡാണ്, അത് കാരണം തോന്നുന്നുണ്ട് ഇന്ന് എൻ്റെ ഭാഗത്തേക്ക് വന്നില്ല. അപ്പോൾ ഇനി അവരുടെ ഭാഗത്തേക്ക് പോവുക. അത് ആവി കയറ്റിയിട്ട് എടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഒന്ന് സോഫ്റ്റായി വരുമല്ലോ. അപ്പോൾ അത് ആവി കയറ്റി എടുത്തിട്ടുണ്ട്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ അത് പപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതിനാണ് അവിടെ ടൂപ്പിക്കൊക്കെ കാണുന്നത് കേട്ടോ. ഇനി അതൊക്കെ മാറ്റി നമ്മുടെ പ്ലാൻ തന്നെ അങ്ങനെ മാറി. അപ്പോൾ അത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അരിയൊക്കെ ഒന്ന് നമുക്ക് ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊരു ബ്രെഡ് എടുത്തു. അതിൻ്റെ നടുവിൽ ഈ മസാല വെച്ച് കൊടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് ആവശ്യത്തിന് വെച്ച് കൊടുത്താൽ മതി. കുറേ ആണെങ്കിൽ നമുക്കത് മടക്കിയെടുക്കാനും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അത് കുറച്ച് മസാല വെച്ച് കൊടുത്തു. ഇനി ഇതങ്ങനെ നേരെ മടക്കിയെടുക്കുക. ഇനി അതിൻ്റെ നമ്മൾ അടക്കം മടക്കണ പോലെ ഇനി അതിൻ്റെ എല്ലാ ഭാഗവും വെള്ളം വെച്ചിട്ടൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ അടഞ്ഞു വരും. അപ്പോൾ ബ്രെഡ് വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ അന്നത്തെ ദിവസം തന്നെ ബ്രെഡ് മേടിച്ച് അന്ന് തന്നെ ഉണ്ടാക്കുക. അതുപോലെ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ നമ്മൾ ചോദിക്കുക പഴയതാണോ പുതിയതാണോ എന്നുള്ളത്. അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച ആ ഷേപ്പിലേക്കൊന്നും വരില്ല കേട്ടോ.
അപ്പോൾ ഇത് തന്നെ ഞാൻ എത്രയും കഷ്ടപ്പെട്ടിട്ടാണെന്ന് അറിയോ, കുറേ നേരം നോക്കിയതാ ബ്രെഡ് പപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് ശരിയായില്ല. പിന്നെ ഇതാവുമ്പോൾ പിന്നെ നമുക്ക് ഇങ്ങനെ മടക്കി കൊടുത്താൽ മതിയല്ലോ. ആവി കയറ്റി കാരണം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടാമത്തേൽക്കും അതേ മസാല തന്നെ വെച്ച് കൊടുത്തു. ഇങ്ങനെ നടുവിൽ വെച്ച് കൊടുക്കുക. ഇനി നേരെ മടക്കിയെടുക്കുക. കണ്ടില്ലേ, ഈ കൈ വെച്ചിട്ട് തന്നെ അമർത്തി കൊടുക്കുമ്പോൾ പ്രസ് ആവട്ടെ. എന്നാലും കുറച്ച് വെള്ളം വെച്ചിട്ടാവുമ്പോൾ അത് ശരിക്കും നടഞ്ഞ് വരുമല്ലോ നമ്മൾ എണ്ണയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ആ ഒരു സമയത്തേക്ക്. അപ്പോൾ അത് കാരണമാണ് കുറച്ച് വെള്ളം വെച്ചിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ അമർത്തി കൊടുക്കുക. അപ്പോൾ അവിടെ ഇവിടെ ഒക്കെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വെള്ളം വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുത്താൽ മതി, ശരിയായി വന്നോളും. അപ്പോൾ ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് ആക്കി കൊടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ നടുവിലേക്ക് ആ ഒരു മസാല വെച്ച് കൊടുക്കുക, നേരെ മടക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ബ്രെഡ് വെച്ചിട്ട് എന്തെങ്കിലും നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അന്നത്തെ ദിവസം തന്നെ ഉണ്ടാക്കിയെടുത്തോളൂ. എന്നെപ്പോലെ പിറ്റന്നാൾക്ക് വെക്കണ്ട കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുപോലെ ബെല്ലൈക്കൺ ഓൺ ആക്കിയേക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും ചെയ്യുക. പിന്നെ ഹൈപ്പ് ഉണ്ടല്ലോ അതും കൂടി ചെയ്യാം കേട്ടോ. അപ്പം ഇനി നമുക്ക് മൈദടൊക്കെ ചെറിയ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് അതിലും വെച്ചിട്ട് ഇതുപോലെ ആക്കിയെടുക്കുക. അതുപോലെ ഗോതമ്പിൻ്റെ അല്ലെങ്കിൽ അരിയുടെ ഒക്കെ നമ്മൾ പത്തിരി ഉണ്ടാക്കുമല്ലോ, അതുപോലെ ആക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിലും ഈ മസാല വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അതാ ബാക്കിയെല്ലാം മടക്കി എടുത്തിട്ടുണ്ട്, നമ്മൾ അട പോലെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രെഡ് പോക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അല്ലേ. ഇനി അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി, നമ്മൾ മുക്കി പൊരിക്കണമെന്നില്ല കേട്ടോ. ബ്രെഡാണ് മുക്കി പൊരിച്ച് എന്തായാലും എണ്ണ കുടിക്കും. ബ്രെഡ് എങ്ങനെ ഉണ്ടാക്കിയാലും ചെറിയൊരു എണ്ണ കുടിക്കണ പോലെയാണല്ലേ, അതാണ് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തത് കേട്ടോ. അത് കാരണമാണ് ബ്രെഡ് കൊണ്ട് കൂടുതലും ഒന്നും ഉണ്ടാക്കാത്തത്. പിന്നെ ആ ഒരു പപ്സ് കണ്ടപ്പോൾ കഴിക്കാൻ തോന്നിയിട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. ഞാൻ പറഞ്ഞില്ല, നമ്മുടെ പ്ലാനൊക്കെ മാറിപ്പോയതാണ്. അപ്പോൾ അതാ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ അട വെച്ച് കൊടുക്കുക. ഓയിൽ നന്നായി ചൂടായതിന് ശേഷം തന്നെ ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഫ്ലെയിമൊന്നും കുറയ്ക്കണ്ട കേട്ടോ, ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ അത് വേവിച്ചെടുത്തോളൂ. വേവാനൊന്നും ഇല്ലല്ലോ, ബ്രെഡ് ഒന്ന് ഫ്രൈ ആയി വന്നാൽ മതി. പിന്നെ ഓയിൽ ഒഴിക്കാത്തത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ വിചാരിച്ച ആ ഒരു ഭംഗി പോരില്ല. അപ്പോൾ അത് കാരണമാണ് ഞാൻ ഓയിൽ കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തത്. അല്ലെങ്കിൽ നമുക്ക് ഒരു കരിഞ്ഞ പോലെ ആവും. അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഒരു രസമായിട്ട് തോന്നിയില്ല. വീഡിയോയ്ക്ക് നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ ഒരു ഭംഗിയും കൂടിയും വേണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്തത്. അപ്പോൾ നിങ്ങൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇങ്ങനെ ഓയിലൊന്നും ഒഴിക്കേണ്ട, ഒന്ന് ചെറുതായിട്ട് നമ്മളൊന്ന് അതിൽ ഓയിൽ ബ്രഷ് ചെയ്തിട്ട് അതിൻ്റെ മീതെ വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതുപോലെ ഓയിൽ ഒഴിക്കേണ്ട കേട്ടോ. അപ്പോൾ ഇതായിട്ടുണ്ട്. നമുക്ക് 4 ഭാഗം ഒന്ന് വേവിച്ചെടുക്കുക, ഒന്ന് മൊരിപ്പിച്ചിട്ട് എടുക്കുക, എന്നിട്ട് അത് അങ്ങോട്ട് കോരിയെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ഒരു മസാല ഒക്കെ നമുക്ക് ഫ്രിഡ്ജിലൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മക്കൾക്ക് 4 മണിക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാവുന്ന ഒരു പലഹാരം തന്നെയാണ് അല്ലേ. കുഴക്കണ്ട, പരത്തണ്ട, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ബ്രെഡ് വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ. നമ്മൾ പറഞ്ഞ പോലെ ശ്രദ്ധിക്കുക, ബ്രെഡ് മേടിച്ച് അന്ന് തന്നെ ഉണ്ടാക്കാൻ നോക്കുക. അപ്പോൾ ഇനി ബാക്കിയുള്ളതും കൂടി ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുക. അത് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആ ബ്രെഡ് വെച്ച് കൊടുക്കുക. പറഞ്ഞ പോലെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക കേട്ടോ. മീഡിയത്തിൽ വെക്കുകയാണെങ്കിൽ ഒന്നും കൂടി എണ്ണ അങ്ങനെ കുടിച്ച പോലെ ആവും. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഇത് പൊരിച്ചെടുക്കേണ്ടത്. ഉള്ളിലത്തെ ഫില്ലിങ്ങൊക്കെ വെന്ത് വന്നതാണ്. പിന്നെ ബ്രെഡ് ഒന്ന് ടോസ്റ്റായി വരിക, അത്രയല്ലേ വേണ്ടുള്ളൂ. അപ്പോൾ അതും കൂടി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് കോരിയെടുക്കാം. ഇനി ഇത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റി ആയിരുന്നു കേട്ടോ. ഭയങ്കര ടേസ്റ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടം. മക്കൾക്കായാലും വലിയവർക്കായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടേസ്റ്റാണ്. അപ്പോൾ ഉടമാക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അതിലിപ്പം ഞാൻ വെച്ചിട്ട് കാണാമല്ലേ കുറച്ച് കരിഞ്ഞത്, അതാണ് കേട്ടോ ഞാൻ ഓയിലില്ലാതെ ഫ്രൈ ചെയ്തെടുത്തത്. അതാണ് ഞാൻ പറഞ്ഞത്, ഓയിൽ ഒഴിച്ചാലും ഓയിൽ ഒഴിക്കാതെ ഉണ്ടാക്കുന്നതും രണ്ടും 2 വ്യത്യാസമാണെന്നുള്ളത്. അതിലൊരു കരിഞ്ഞ പോലത്തെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി സോസ് കൂട്ടിയിട്ട് വേണമെങ്കിൽ കഴിക്കുക. അതിൽ സോസിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല, സോസ് ഇല്ലാതെ തന്നെ കഴിക്കാൻ ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ മസാല ഉണ്ടാക്കി നോക്കി നോക്കണം കേട്ടോ. ചിക്കനൊക്കെ ഇതുപോലെ പിച്ചിട്ടിട്ട് തന്നെ, അപ്പോഴാണ് നമുക്ക് ഈ ഒരു ബ്രെഡിന് ഒരു പ്രത്യേക ടേസ്റ്റ് വരിക. അപ്പോൾ ഞാൻ വെറുതെ പറയണതല്ല, നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കും. അപ്പോൾ ഇതൊന്ന് ഞാൻ പൊട്ടിച്ചിട്ട് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിൻ്റെ നടു പൊട്ടിച്ചിട്ട് നോക്കി നോക്കി, അതിൻ്റെ ഉള്ളിൽ കുറേ ചിക്കനും ആ ഫില്ലിങ്ങൊക്കെ ഭയങ്കര ടേസ്റ്റിയാണ്. നമുക്ക് കഴിച്ചും കൊണ്ടിരിക്കാൻ തോന്നും. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റിൽ വന്ന് പറയുക. ഇനി മക്കൾക്കൊക്കെ 4 മണിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വളരെ എളുപ്പമല്ലേ, കൂടുതൽ പണികളൊന്നും വേണ്ട. അപ്പോൾ അവർക്കും ഇഷ്ടമാവും, നമ്മളും ഹാപ്പിയാവും. അപ്പോൾ ഇതെന്തായാലും കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ സോസ് കൂട്ടിയിട്ട് കഴിക്കണേക്കാട്ടി ഒന്നും കൂടെ ടേസ്റ്റ് തോന്നിക്കുന്ന സോസ് ഇല്ലാതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ സോസ് വേണമെങ്കിൽ എടുത്താൽ മതി. ഇനി ബ്രെഡ് വെച്ചിട്ട് നിങ്ങൾക്ക് പുതിയ വിഭവങ്ങൾ എന്തെങ്കിലും അറിയുകയാണെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.